സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. വീണ്ടും ഒരു ദിവസം കൂടി ഇങ്ങനെ നമുക്കൊരുമിച്ച്, വിവിധ സ്ഥലങ്ങളിലായിരുന്നു നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള സന്ദേശം ശ്രവിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ജീവപര്യന്തം വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന, വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇത് നമുക്കറിയാം. കാരണം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽ വിശ്വസ്തത എന്നുള്ളത് ഏത് മേഖലയിലാണെങ്കിലും അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ആത്മീയ മേഖലയിലും വിശ്വസ്തത എന്നുള്ളത് അത് അതിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കൽ കൂടെ ഓർക്കാം. ഇന്ന് ഈ വിഷയം സംസാരിക്കുന്നത് ജോർജ് സഹോദരനാണ്. എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. തണുപ്പാണ് വയനാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെയും തണുപ്പായിരുന്നു. പക്ഷെ ഇന്നൊക്കെ തണുപ്പൊക്കെ കുറഞ്ഞ് ചൂടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആത്മീയമായിട്ട് തണുപ്പുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും കാലാവസ്ഥയുടെ തണുപ്പ് നമ്മളെ ആത്മീയമായിട്ട് തണുപ്പിക്കാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിതവും പഠന പരിപാടിയില് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ പൊതുവെ ഘനമേറിയവയും ബുദ്ധിമുട്ടുള്ളവയുമാണ് എന്നൊരു ധാരണയുണ്ട്. ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന വിഷയവും ആ വിധത്തിൽപ്പെട്ടത് തന്നെ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്നാൽ ലളിതമായിട്ടുള്ള ചില തലക്കെട്ടുകളിലൂടെ ഈ വിഷയം അവതരിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആമുഖമായി ഒരു മിഷൻ സ്റ്റോറി പറയാം. ജിം എലിയട്ടിനെയും എലിസബത്ത് എലിയട്ടിനെയും കുറിച്ച് നിങ്ങൾ കേട്ടു. അവരുടെ വിവാഹം നടന്നത് 1953 അപ്പൊ ജിമ്മിന് പ്രായം 26 വയസ്സും എലിസബത്തിന് 21 വയസ്സുമാണ്. അവര് ഇക്വഡോറിലെ കാടുകളിൽ മിഷണറിമാരായി വേല ചെയ്തു പോകുന്നു. കെച്ചുവ ഇന്ത്യക്കാരായ അവിടുത്തെ ആദിവാസികളുടെ ഇടയിൽ സുവിശേഷവുമായിട്ട് സന്ധിക്കാനായിട്ടാണ് അവർ ശ്രമിച്ചത്. എന്നാൽ അവരുമായിട്ട് സന്ധിക്കുന്ന ഏത് മനുഷ്യനെയും കൊന്നു കളഞ്ഞിട്ടുള്ള ചരിത്രമാണ് നേരത്തെ ഉള്ളത്. 1955 ഒരു വിധത്തിൽ അവര് ഈ പ്രദേശത്തുള്ള കാട്ടുജാതിക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിച്ചു. അവര് വിമാനത്തിൽ താഴ്ന്നു പറന്ന് ചില സമ്മാനങ്ങൾ അവർക്ക് ഇട്ടുകൊടുത്ത് ആ വിധത്തിലാണ് അവര് ഈ കാര്യം സാധിച്ചത്. അതിനുശേഷം 1957 ജനുവരി അവരുടെ ചെറു വിമാനത്തിന് ഇറങ്ങാൻ പറ്റിയ ഒരു തുറസായ സ്ഥലം കാട്ടിൽ കണ്ടെത്തി. വിമാനമിറക്കി 5 മിഷണറിമാർ, യുവ മിഷണറിമാർ അവിടെ ചെന്നു. എന്നാൽ അവരെ 5 പേരെയും വിഷം പുരട്ടിയ കുന്തം ഉപയോഗിച്ച് കൊന്നതാണ്. എന്നാൽ ജിമ്മിന്റെ ഭാര്യ എലിസബത്ത് അവരുടെ ഭാഷ പഠിച്ചു. അവരുടെ നാട്ടിൽ ചെന്നു. ആ നാട്ടിലെ 2 സ്ത്രീകളോട് സംസാരിച്ചു. അവർ ചോദിച്ചു, എന്റെ ഭർത്താവിനെ കുന്തം ഉപയോഗിച്ച് കൊന്നുകളഞ്ഞ നിങ്ങളുടെ കൂട്ടുകാരെ എന്നെയും കൊന്നുകളയില്ലേ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു,
ഇല്ല, നിങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടാണ്, കൂട്ടുകാരിയാണ് എന്നത്. 3 വയസ്സായുള്ള വലേരി എന്ന മോളും എന്നുള്ള കൂട്ട് മിഷണറിയുടെ ഭാര്യയും കൂട്ടത്തിലുണ്ടായിരുന്നു. എന്തായാലും ഈ പ്രിയ ധീര വനിതയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ആ കാട്ടുജാതിക്കാർ പലരും രക്ഷിക്കപ്പെട്ടു. ജിമ്മിനെ കൊന്നുകളഞ്ഞ ഘാതകനടക്കം രക്ഷിക്കപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ജീവപര്യന്തം വിശ്വസ്തരായിരിക്കുക എന്നുള്ള വാക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ പറയുന്നത്. 3 തലക്കെട്ടുകളിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. 1, എന്താണ് വിശ്വസ്തത? 2, യേശുക്രിസ്തുവിന്റെ വിശ്വസ്തത. 3, പത്രോസിന്റെ വിശ്വസ്തത. എന്താണ് വിശ്വസ്തത എന്നത് സംബന്ധിച്ച് നമുക്ക് തെളിവായിട്ട് പഠിപ്പിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണ്. പൂർണ്ണ സഭയിലെ വിശുദ്ധന്മാർക്ക് കർത്താവ് എഴുതുന്ന കത്തിലെ ഒരു വാക്യമാണത്. നമുക്ക് വായിക്കാം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. വെളിപ്പാട് പുസ്തകത്തിലെ സഭകളിൽ ഒരു കുറ്റവും ആരോപിക്കപ്പെടാത്ത ഒരു സഭയാണത് എന്ന് ഓർക്കണം. എന്നാൽ ഉപദ്രവം ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ വാക്യത്തിൽ നിന്ന് 2 പ്രമാണങ്ങൾ, 2 പാഠങ്ങൾ ജീവപര്യന്തം വിശ്വസ്തരായിരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന 2 ചിന്തകൾ ആദ്യമേ പങ്കുവയ്ക്കാം. 1, വിശ്വസ്തത പീഡനത്താൽ പരീക്ഷിക്കപ്പെടും. എന്നാൽ പീഡനത്തിന് പരിമിതിയും 10 ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മള് വിശ്വാസത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് പലപ്പോഴും നിരാശയും ദുഃഖവും വിശ്വാസത്തിൽ ക്ഷീണവും സംഭവിക്കുന്ന സമയത്ത് പ്രോത്സാഹനമായിട്ട് ഈ ചിന്തയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ കർത്താവ്, വിശ്വസ്തനായിട്ടുള്ള കർത്താവ്, അതിരുവിട്ട് നമ്മെ പീഡനത്തിലൂടെ കടത്തിവിടുകയില്ല എന്ന് നമുക്ക് ആശിക്കാം. 2-ാമത്തെ കാര്യം, എന്നാൽ ജീവകിരീടം എന്ന പ്രതിഫലം പ്രാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കുമെന്നാണ്. അപ്പോൾ ജീവകിരീടം പ്രാപിക്കുക എന്നുള്ളത് എന്താണെന്ന് നമുക്ക് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അക്കരെ ചെന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഒരു കാര്യം മാത്രം പറയാം. വിശ്വസ്തരായിരിക്കുന്നതിന് പ്രതിഫലമുണ്ട്. ഈ പ്രതിഫലം നമ്മുടെ നിത്യതയെ സംബന്ധിച്ചുള്ള പ്രതീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നാൽ നമുക്ക് വിശ്വസ്തരായിരിക്കാൻ സാധിക്കുകയില്ല. നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രതീക്ഷ, കർത്താവ് വീണ്ടും വരും, കർത്താവിന്റെ അടുക്കൽ എനിക്ക് പ്രതിഫലമുണ്ട് എന്ന് മാത്രമല്ല, ആ പ്രതിഫലം വളരെ ശ്രേഷ്ഠമാണ്. ഇവിടുത്തെ അല്പകാലത്തേക്കുള്ള പീഡനമോ കഷ്ടമോ ഒന്നും അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്നവർക്കാണ് പ്രതിഫലം കിട്ടുന്നത്, അല്ലെങ്കിൽ ജീവകിരീടം കിട്ടുന്നത് എന്ന് നമുക്ക് ഈ വേദഭാഗം ഓർമ്മിപ്പിക്കും. നമുക്ക് ഭരണസഭയിലെ ഒരു വിശ്വസ്തനായിട്ടുള്ള പുത്രനെ അറിയാം. യോഹന്നാൻ അപ്പസ്തോലന്റെ ശിഷ്യനായിരുന്ന പോളികാർപ്പ് എന്നുള്ള വിശുദ്ധൻ. അദ്ദേഹം തന്റെ രക്തസാക്ഷിത്വത്തിന് മുമ്പ്
തന്റെ ജീവന് വിലയായി ക്രിസ്തുവിനെ നിന്ദിക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു മറുപടി നൽകി: ഈ 86 വർഷമായി ഞാൻ ക്രിസ്തുവിനെ സേവിക്കുന്നു. ഇതുവരെ അവിടുന്ന് എനിക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല. എന്നെ രക്ഷിച്ച എന്റെ രാജാവിനെതിരെ ഞാൻ എങ്ങനെ ദൂഷണം പറയും? നിത്യതയെ തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടുകൂടി സമീപിച്ച ഈ ദൈവദാസൻ വളരെ സന്തോഷത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചു. ഇതാണ് വിശ്വസ്തത. ജീവപര്യന്ത വിശ്വസ്തരായിരിക്കുക എന്നുള്ളതിനുള്ള ബൈബിളിലത്തെ ഏറ്റവും തെളിവായിട്ടുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില ചിന്തകളാണ് ആമുഖമായി അവതരിപ്പിച്ചത്. ഇനി നമുക്ക് യേശു ക്രിസ്തുവിന്റെ വിശ്വസ്തതയും അപ്പസ്തലനായിട്ടുള്ള പത്രോസിന്റെ വിശ്വസ്തതയും പരിശോധിക്കാനായിട്ട് സമയമെടുക്കാം. എബ്രായ ലേഖനത്തിൽ കർത്താവിനെ കുറിച്ച് ഇങ്ങനൊരു വാക്യമുണ്ട്: മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. യേശുവിന്റെ വിശ്വസ്തത എന്നാൽ മോശയുടെ വിശ്വസ്തതയേക്കാൾ ശ്രേഷ്ഠമായി പറഞ്ഞിരിക്കുന്നു. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ടത്. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകും. യേശുവിന്റെ വിശ്വസ്തതയുടെ പ്രത്യേകതയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടുവന്നാണ് എന്ന ചിന്തയാണ്. എബ്രായ ലേഖനത്തിലെ വിശ്വാസികളെ സംബന്ധിച്ച് അവര് വിശ്വാസ ത്യാഗം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്ന ആ വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിച്ച സമയത്താണ് ഈ ലേഖനം എഴുതുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊള്ളാനായിട്ടുള്ള പ്രോത്സാഹനമാണ് യേശുക്രിസ്തുവിന്റെ മാതൃക വഴി ഇവിടെ നമുക്ക് നൽകുന്നത്. യേശുക്രിസ്തുവിന്റെ വിശ്വസ്തയെ കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവിന് പിതാവ് 2 ദൗത്യങ്ങൾ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ നൽകി. ഒന്നാമത്തെ ദൗത്യം ദൈവത്തെ വെളിപ്പെടുത്തുക. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നാം വായിക്കുക. ദൈവത്തെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ആണ് യേശുവിനെ ഏൽപ്പിച്ച ഒന്നാമത്തെ ദൗത്യം. രണ്ടാമത്തെ ദൗത്യം നമുക്കറിയുന്നത് പോലെ അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി നൽകുക എന്നുള്ള ദൗത്യമാണ്. നമുക്കിത് അല്പം വിശദമായി പരിശോധിക്കാം. യേശു ജനിച്ചു വളർന്ന പലസ്തീനിലെ യഹൂദ സമൂഹത്തിന് ദൈവത്തെ കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു. ദൈവഭക്തിയെ കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു. എന്നാൽ ആ ധാരണയിൽ വളരെ പിശകുകൾ ഉണ്ടായിരുന്നു. അതിനെ തിരുത്തി ദൈവത്തെ സംബന്ധിച്ച ശരിയായിട്ടുള്ള ചിത്രം ആ സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുകയായിരുന്നു യേശുവിന്റെ ഒന്നാമത്തെ ദൗത്യം. തന്റെ 3 വർഷത്തെ പരസ്യ ജീവിതകാലത്ത് യേശു ഈ ജോലി വിശ്വസ്തയോടുകൂടി നിർവഹിച്ചു. വികലധാരണകൾ തിരുത്തി കുറിക്കാനായിട്ടുള്ള യേശുവിന്റെ ഉദ്യമങ്ങൾ ശക്തമായിട്ട് എതിർപ്പുകൾ നേരിട്ടു. എന്നാൽ യേശു തന്നെ നിയമിച്ചാക്കിയവന് അവസാനത്തോളം വിശ്വസ്തനായി. രണ്ടാമത്തെ ഈ ദൗത്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെയും വിശ്വസ്തത ഈ മേഖലയിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. വിശ്വസ്തരായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ദൗത്യമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. യേശുവിന്റെ രണ്ടാമത്തെ ദൗത്യം അനേകർക്ക് വേണ്ടി സ്വന്തം ജീവനെ മറുവിലയായി നൽകുക എന്നുള്ളതാണ്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രേ വന്നത് എന്ന് നാം മത്തായി 20:28 വായിക്കുന്നു. ഇതും
വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമായിരുന്നു. യേശു എന്നാൽ തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിട്ട് ഈ കാര്യം നിർവഹിച്ചു എന്ന് നമുക്ക് കാണാം. നമുക്ക് യേശു ലോകത്തിൽ ദൈവത്തെ പരിചയപ്പെടുത്തിയതിനെ സംബന്ധിച്ചുള്ള ഒരു ഉദാഹരണം പരിശോധിക്കാം. ഞാൻ ഉദാഹരണമായിട്ട് എടുത്തത് ദേവാലയ ശുദ്ധീകരണം എന്നുള്ള സംഭവമാണ്. 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണിത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യം തന്നെയും 2-ാം അധ്യായത്തിലും മറ്റ് സുവിശേഷങ്ങളിൽ അവസാന ഭാഗത്തുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായം യേശു ഒരുപക്ഷെ 2 തവണ ദേവാലയ ശുദ്ധീകരണം എന്നാണ്. യെരുശലേം ദേവാലയം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ദൈവത്തിന്റെ പ്രത്യേക സാന്നിധ്യമുള്ള ദൈവ ആരാധന ഏറ്റവും ഫലപ്രദമായി നടക്കേണ്ട ഒരു സ്ഥലമാണ്. എന്നാൽ അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാം. അവിടെ കച്ചവടമാണ് നടന്നുകൊണ്ടിരുന്നത്, നാണ്യങ്ങളുടെ കൈമാറ്റമാണ് നടന്നുകൊണ്ടിരുന്നത്, യാഗപകങ്ങളുടെ വ്യാപാരമാണ് നടന്നുകൊണ്ടിരുന്നത്. യേശു വളരെ കണിശമായിട്ട് അവരോട് പറയുന്ന ഒരു കാര്യം, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. യേശു എല്ലാവരെയും അടിച്ചു എന്നത് നമുക്കറിയില്ല. എന്തായാലും വളരെ കർക്കശമായിട്ട് അവരോട് ഇടപെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ യേശുവിന്റെ ഈ ദേവാലയ ശുദ്ധീകരണത്തെ ഇന്നത്തെ കാലത്തേക്ക് ചിന്തിക്കാൻ ശ്രമിച്ചപ്പോ പുതിയ നിയമത്തിൽ നാം ദൈവത്തിന്റെ സഭയെ സംബന്ധിച്ച് കാണുന്നതും ഈ കാര്യം തന്നെയാണ്. ദൈവത്തിന്റെ സഭ പ്രാർത്ഥനാലയമായിരിക്കണം എന്ന് നമുക്കറിയാം. നമ്മൾ വായിക്കുന്നത്, എന്നാൽ കുറച്ച് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങളാണ് വായിച്ചത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ വിശ്വസ്തതയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ, യേശുക്രിസ്തു ദൈവത്തിന്റെ ആലയത്തെ ശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ കാണിച്ച തീക്ഷ്ണത നമ്മുടെ പല സഭകളുടെയും ശുദ്ധീകരണം സംബന്ധിച്ച് നമ്മൾ പ്രകടിപ്പിക്കേണ്ടതല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ദൈവത്തിന്റെ മന്ദിരം എന്ന് വിളിക്കാൻ പറ്റുന്ന സ്ഥിതിയിലാണോ നമ്മളുടെ പല സഭകളും ഉള്ളത് എന്ന് നമുക്ക് ചിന്തിക്കണം. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണിരിക്കുന്നു എന്ന സങ്കീർത്തന വാക്യമാണ് ശിഷ്യന്മാർ യേശുക്രിസ്തുവിന്റെ തീക്ഷ്ണത കണ്ട് ഓർത്തുപോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ എരിവ് യേശുക്രിസ്തുവിന്റെ മാതൃകയിൽ നിന്ന് നാം പഠിക്കേണ്ടതാണെന്നാണ് ഞാൻ ആദ്യമായിട്ട് നൽകുന്ന പ്രായോഗിക പാഠം. നമ്മുടെ സഭകൾ ദൈവത്തിന് പ്രസാദമുള്ള, ദൈവത്തിന്റെ വിശുദ്ധിക്കൊത്ത സഭകളാണോ എന്ന് പരിശോധിക്കണം. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ച ഒരുപക്ഷെ നമുക്ക് ചർച്ചയുടെ സമയത്ത് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന് സമാനമായി യേശു തന്റെ പരസ്യ ജീവിത കാലത്ത് അന്നത്തെ യഹൂദ മതത്തിന്റെ പ്രമാണികളായ പരീശന്മാരോടും സദൂക്യരോടും തർക്കിച്ച സംഭവങ്ങൾ, ശബത്തിലെ രോഗശാന്തികൾ, ആചാരപരമായി കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെ സംബന്ധിച്ച നിലപാട്, ഭൂതങ്ങളെ പുറത്താക്കുന്നതിനെ സംബന്ധിച്ച് തർക്കം എല്ലാം പരിശോധിച്ചാൽ അന്നത്തെ യഹൂദ മതത്തിന്റെ നിരവധി ക്രിയകളും പഠിപ്പിക്കലുകളുമായും യേശുവിനെ ചേർന്ന് പോകാൻ സാധിച്ചില്ല.
എതിർപ്പുകളുടെ നടുവിൽ എന്നാൽ കർത്താവ് ധൈര്യത്തോടു കൂടി അചഞ്ചലനായി നിലനിന്നു എന്ന് നമുക്ക് കാണാം. ഈ നിലപാടുകൾ എന്നാൽ സാധാരണ ജനത്തിന് സ്വീകാര്യമായി. അവർ ആർത്തിയോടെ പട്ടിണിയിരുന്നും 2-3 ദിവസം അടക്കം യേശുവിന്റെ സന്ദേശം കേൾക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. യേശുവിന്റെ വായിൽ നിന്ന് പൊഴിഞ്ഞ ലാവണ്യ വാക്കുകൾ അവർക്ക് രുചികരമായിരുന്നു. യേശു സത്യം തന്നെയാണ്, സത്യം സത്യമായി സംസാരിച്ചു. ഈ വിശ്വസ്തത എല്ലാവർക്കും ദഹിച്ചില്ല. അവർ യേശുവിനെ നശിപ്പിക്കാനായിട്ടുള്ള വഴികൾ അന്വേഷിച്ചു. മരണപര്യന്തം വിശ്വസ്തരായിരിക്കാൻ സ്മരണ സഭയോട് പറഞ്ഞപ്പോൾ മരണത്തിന്റെ റിസ്ക് ഈ വിശ്വസ്തതയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ റിസ്ക് എടുത്ത് വിശ്വസ്തരായിരിക്കാൻ തക്ക വിലയുള്ളതും പ്രതിഫലമുള്ളതുമാണോ നമ്മുടെ വിശ്വാസം എന്നതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞതും സ്മരണ സഭയോട് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കാതല്ലേ, മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, എന്നാൽ ജീവകിരീടം ലഭിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നിത്യതയുമായിട്ടുള്ള ബന്ധത്തിൽ യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ള പ്രതീക്ഷ മാത്രമേ നമുക്ക് വിശ്വസ്തരായിട്ട് തുടരാനായിട്ട് കാരണമാകുകയുള്ളൂ എന്നത് കാണാം. യേശു തന്റെ ഭൂമിയിലെ ഒന്നാമത്തെ ദൗത്യം വളരെ മനോഹരമായി നിർവഹിച്ചു. ഈ ദൗത്യ നിർവഹണത്തിൽ യേശു പ്രകടിപ്പിച്ച വിശ്വസ്തതയും നിലപാടുകളും തന്നെ യഹൂദന്മാരുടെ, പ്രത്യേകിച്ച് യഹൂദ പ്രമാണിമാരുടെ ശത്രുവാക്കി തീർത്തു. തന്നെ നശിപ്പിക്കാനായിട്ട് ശ്രമം അവർ അന്ന് തുടങ്ങി. യേശുവിന്റെ രണ്ടാമത്തെ ദൗത്യം അനേകർക്ക് വേണ്ടി സ്വന്തം ജീവനെ മറുപടിയായി നൽകുക എന്നതായിരുന്നു. ഇവിടെയും യേശു വിശ്വസ്തനായിരുന്നു. അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. യേശുവിന്റെ പ്രാർത്ഥനയിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. യേശു നേര് പറഞ്ഞാൽ തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ തന്നെയും 40 ദിവസം ഉപവസിച്ചിട്ടാണ് തന്റെ ദൗത്യം ആരംഭിച്ചത്. എന്ന് മാത്രമല്ല, തന്റെ ഭൂമിയിലെ ജീവിതകാലത്ത് ധാരാളം സമയങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിച്ചു. എത്ര തിരക്ക് കൂടിയപ്പോൾ യേശുവിന്റെ പ്രാർത്ഥന കുറയുകയല്ല, പിന്നെ വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിതാവുമായിട്ട് ധാരാളം സമയം ചെലവഴിക്കുന്നത് യേശുവിന്റെ ദൗത്യ നിർവഹണത്തിൽ യേശു ഉപയോഗിച്ച ഒരു വഴിയായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തരായിട്ട് നിലകൊള്ളണമെങ്കിൽ നമുക്ക് ധാരാളം പ്രാർത്ഥിക്കാൻ ആവശ്യമുണ്ട്. പ്രാർത്ഥനയുടെ കുറവാണ് പലപ്പോഴും വിശ്വസ്തതയിൽ കുറഞ്ഞു പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം. യേശു തന്റെ പീഡാസനത്തിന് മുമ്പ് പ്രാണവേദനയിലായി അതിശ്രദ്ധയോട് പ്രാർത്ഥിച്ചതിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് നാം വായിക്കുന്നത്. യേശുവിനെ ശക്തിപ്പെടുത്താനായിട്ട് സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ അടക്കം ദൈവം അയച്ചു എന്നാണ് നാം വായിക്കുക. കൂട്ടുകാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന രണ്ടാമത്തെ ദൗത്യം യേശുവിന്റെ രക്ഷാകര പദ്ധതിയെ സംബന്ധിച്ച് ഈ നാട്ടിലെ ആളുകളോട് അറിയിക്കുക എന്നുള്ളതാണ്. അത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ആളുകൾക്ക് പലർക്കും സ്വീകാര്യമായിട്ടുള്ള സന്ദേശമല്ല നാം നൽകുന്നത്. പാപത്തെ കുറിച്ചുള്ള സന്ദേശം കേൾക്കാനായിട്ട് ആൾക്ക് താല്പര്യമില്ല. നിങ്ങൾ നല്ലവരാണെന്ന് കേൾക്കാനാണ് ആളുകൾക്ക് താല്പര്യം. എന്നാൽ നിങ്ങൾ പാപികളാണ്, ശിക്ഷാർഹരാണ്, നരകത്തിന് മാത്രം, ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് മാത്രം അർഹരാണ് എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാനായിട്ട് ആളുകൾക്ക് മടിയാണ്, എതിർപ്പാണ്.
നമ്മുടെ ഇന്ത്യയിലത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാൻ ആവശ്യമില്ല എന്ന് നമുക്കറിയാം. ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സുവിശേഷത്തിന്റെ വേണ്ടി പീഡ അനുഭവിക്കുന്ന, ഒരു കാരണവും കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെടുകയും പ്രാർത്ഥന സമയത്ത് സുവിശേഷ വിരോധികൾ ഭവനങ്ങളിൽ പ്രവേശിച്ച് പോലീസിനെ കൊണ്ടുവന്ന് ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും കാരാഗൃഹത്തിൽ പാർപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ മാധ്യമങ്ങളിൽ ധാരാളം വായിക്കുന്നുണ്ട്. എന്നാൽ ഈ ദൗത്യ നിർവഹണത്തിന് കർത്താവിന്റെ ധാരാളം സഹായം നമുക്ക് ലഭിക്കും. നമ്മൾ പ്രാർത്ഥനയോടുകൂടി സമീപിച്ചാൽ ഈ കാര്യത്തിലും നമുക്ക് അനുഗ്രഹം ഉണ്ടാകും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വിശ്വസ്തനായിരുന്ന കർത്താവിന്റെ മാതൃകയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. കർത്താവ് വിശ്വസ്തനായിരുന്നു. പിതാവിന്റെ കയ്യിൽ നിന്ന് പ്രാപിച്ചതായിട്ടുള്ള ഈ രണ്ടാമത്തെ ദൗത്യവും കർത്താവ് വിജയകരമായി പൂർത്തിയാക്കി. അതിന്റെ നന്മയാണ് നമ്മൾ അനുഭവിക്കുന്ന രക്ഷ എന്ന് നമുക്കറിയാം. അപ്പോൾ രക്ഷ കിട്ടിയതൊക്കെ സന്തോഷം. പക്ഷേ ഈ രക്ഷ അനേകരോട് അറിയിക്കാനായിട്ട് ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ചിരിക്കുക. അത് നിർവഹിക്കുന്ന കാര്യത്തിൽ നാം അലംഭാവരായി തീരുക യോഗ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കാനായിട്ടുള്ള ദൗത്യം നമുക്ക് വിശ്വസ്തമായി നിർവഹിക്കാം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വിശ്വസ്തതയെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. തന്റെ ജീവിതത്തിൽ 2 ദൗത്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിലാണ് കർത്താവ് വിശ്വസ്തത കാണിച്ചത്. ഒന്ന്, ലോകത്തിന് മുമ്പിൽ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ദൗത്യം. 2, ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ യാഗമായി നൽകുന്ന ദൗത്യം. നമുക്കും ഈ ദൗത്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മെ തന്നെ യാഗമായി നൽകുക എന്ന് പറയുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി വില കൊടുത്ത് നിലപാട് സ്വീകരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ള 2 ദൗത്യങ്ങളുണ്ട്. അതിൽ വിശ്വസ്തത പാലിക്കണമെങ്കിൽ സഹനമുണ്ട്, പീഡനത്തിന്റെ സാധ്യതയുണ്ട്. എന്നാൽ പ്രതിഫലം പ്രതീക്ഷിച്ച്, നിത്യതയിലുള്ള കർത്താവിന്റെ സമ്മാനങ്ങൾ പ്രതീക്ഷിച്ച്, കർത്താവിന് നമ്മളോട് ഉള്ള സ്നേഹത്തിന്റെ നന്ദിയായിട്ട് ഈ ദൗത്യങ്ങൾ നിർവഹിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇനിയും പത്രോസിന്റെ മാതൃക പരിശോധിക്കാം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാതൃകയാണ് പത്രോസ് നമുക്ക് നൽകുന്നത്. നമുക്ക് സ്വഭാവമുള്ള മനുഷ്യൻ എന്ന ഒരു പക്ഷേ പത്രോസിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. പത്രോസിന്റെ ജീവിതത്തിലെ വിവിധ അനുഭവങ്ങളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കാം. പത്രോസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ വരുന്നത് ചിന്ത കർത്താവിനെ തള്ളിപ്പറഞ്ഞ കാര്യം തന്നെ. എല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല, നിന്നോട് കൂടെ തടവിലാകാനും മരിപ്പാനും ഞാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് പത്രോസ് തുടങ്ങിയത്. പക്ഷെ മഹാപുരോഹിതന്റെ വീട്ടിൽ എല്ലാവരും തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രോസും അവരുടെ കൂട്ടത്തിൽ പോയിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കും. അവിടുത്തെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ആ വീട്ടിലെ ഒരു പണിക്കാരിയായിരിക്കാം ഒരു പെൺകുട്ടി വന്ന് ചോദിച്ചു, നീയും അവനോട് കൂടെയുള്ളവൻ തന്നെയല്ലേ? അയ്യോ, ഞാൻ അവനെ അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞു. പിന്നീട് 2 പേരും കൂടി കർത്താവിന്റെ ശിഷ്യൻ എന്നുള്ള നിലയിൽ പത്രോസിനെ തിരിച്ചറിയുകയും ചോദിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ തള്ളിപ്പറഞ്ഞു. എന്നാൽ അപ്പോൾ കോഴി പോയി. കർത്താവ് തിരിഞ്ഞൊന്ന് നോക്കി, കരുണയോടുകൂടിയ ഒരു നോട്ടം. പത്രോസ് അതിദുഃഖത്തോടെ തിരിച്ചു വന്നു.
മാനസാന്തരപ്പെട്ടു, യഥാസ്ഥാനപ്പെട്ടു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പത്രോസിന്റെ ജീവിതത്തില് ഏറ്റവും തീവ്രമായിട്ടൊരു അനുഭവമായിട്ടത് എല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് ആദ്യം തന്നെ യേശുവിനെ തള്ളിപ്പറയുന്ന വ്യക്തിയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആശ്വാസം നൽകുന്ന ചിന്തയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ എല്ലാ കാലത്തും പൂർണ്ണ വിശ്വസ്തതയിൽ നിന്നിട്ടില്ല എങ്കിൽ തന്നെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരാനായിട്ടുള്ള വഴി കർത്താവ് എപ്പോഴും ബാക്കിയായി ശേഷിപ്പിച്ചു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സംഭവിച്ച കാര്യമോ വലിയ ദൗത്യമായിരിപ്പിച്ച് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വളരെ വ്യക്തമായിട്ട് അവർക്ക് തന്റെ പ്രത്യക്ഷതകളിലൂടെ തെളിയിച്ചതിന് ശേഷം പത്രോസ് തിബേരിയാസ് കടൽ തീരത്ത് എന്താ ചെയ്തതെന്ന് നമുക്കറിയാം. ഞാൻ മീൻ പിടിക്കാൻ പോവാണ്, 5-6 പേരെ ശിഷ്യന്മാരെയും കൂടെ കൂട്ടിക്കൊണ്ടു പഴയ തൊഴിലേക്ക് തിരിച്ചു പോവുകയാണ്. കർത്താവ് ഏൽപ്പിച്ച ദൗത്യമൊക്കെ മറന്ന് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ നല്ലതുകൊണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ കടൽ തീരത്ത് നിന്ന് ആ പുലർച്ചെ അവരെ വിളിക്കുന്ന കർത്താവിന്റെ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് അവരോട് വിളിച്ചിട്ട് ചോദിച്ചു, കൂട്ടുവാൻ വല്ലതുകൊണ്ടോ? സ്നേഹത്തിൽ, ശാസനയുടെ ഭാഷയിലല്ല. എന്നാൽ തിരിച്ചു വന്ന് അവർക്ക് വിശേഷപ്പെട്ട പ്രഭാത ഭക്ഷണം കൊടുത്ത് പത്രോസിനെ കൂട്ടിക്കൊണ്ടുപോയി യേശു ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നീ എന്നെ സ്നേഹിക്കുന്നു? ഇവരെക്കാൾ അധികമായി, അല്ലെങ്കിൽ ഇതേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? ചോദ്യം ഇതാണ്. കർത്താവിനോട് സ്നേഹമുണ്ട്. പത്രോസ് ഉടനെ പറഞ്ഞുകൊണ്ട് സ്നേഹമുണ്ട്. പക്ഷെ കർത്താവ് ചോദ്യം ആവർത്തിച്ചു, 3 തവണ ആവർത്തിച്ചു. ദൗത്യവും ഏൽപ്പിച്ചു കൊടുത്തു. സ്നേഹമുണ്ടെങ്കിൽ നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, നീ ഈ വിധത്തിലുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത് എന്ന് പത്രോസിനെ ഓർമ്മിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളോടും കർത്താവ് ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. സ്വന്തം ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്ത കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, കുഞ്ഞാടുകളെ മേയിക്കുക എന്നുള്ള ദൗത്യമാണ് പത്രോസ് കൊടുത്തത്. സുവിശേഷത്തിന്റെ വിവിധ തരത്തിലുള്ള ദൗത്യങ്ങളുണ്ട്. പൈനിയറിംഗ് മിഷണറിമാരായിട്ട് പ്രവർത്തിക്കാവുന്ന ആളുകളുണ്ട്. സ്വന്തം നാട്ടിൽ തന്നെ സുവിശേഷത്തിന്റെ സാക്ഷികളാകുന്നവരുണ്ട്. സഭയിൽ ശിക്ഷപ്പെടുത്തുന്ന ജോലി ചെയ്യാനായിട്ട് നിയമിക്കപ്പെട്ടവരുണ്ട്. ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ സുവിശേഷത്തിന് വേണ്ടി, ശിക്ഷവൽക്കരണത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് നിനക്ക് കർത്താവിനോട് സ്നേഹമുണ്ടോ എന്നാണ് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നത്. പത്രോസ് യഥാസ്ഥാനപ്പെട്ടു. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുന്ന സമയത്ത് ഒരു വ്യത്യസ്തനായിട്ടുള്ള പത്രോസിനെ നമുക്ക് കാണാം. പത്രോസ് യോഹന്നാനും കൂടി പിറവിയിലെ മുടന്തനായിട്ടുള്ള ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന രംഗത്തെ കുറിച്ച് നമുക്കറിയാം. സൗഖ്യമാക്കിയതിന് ശേഷം നമുക്കറിയാം കഥയൊക്കെ. ദേവാലയത്തിൽ എല്ലാവരും ഇവരുടെ ചുറ്റും കൂടി യേശുവിനെ സംബന്ധിച്ചുള്ള സുവിശേഷം അവര് ശക്തമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. അവര് പിടിച്ചോണ്ട് പോയി സന്നിധിത സംഘത്തിന്റെ മുന്നിൽ നിർത്തി ചോദ്യങ്ങൾ ചോദിച്ചു. എന്തുകൊണ്ട്, ഏത് നാമത്തിൽ, എന്ത് ശക്തി കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ചോദ്യം വന്നു. യേശുവിന്റെ പത്രോസിന്റെ മറുപടി നിങ്ങൾ കേട്ടോ? നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളും. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ.
മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ശക്തമായിട്ട് പറഞ്ഞു. ഒരു ബാല്യക്കാരത്തിയുടെ മുന്നിൽ പേടിച്ച് യേശുവിനെ തള്ളിക്കറിഞ്ഞ പത്രോസയുടെ സന്നിധി സംഘത്തിലെ മഹാപുരോഹിതന്മാരും പ്രമാണികളും ശാസ്ത്രിമാരും ഇരിക്കുന്ന വലിയ സഭയിൽ നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു, അതിന് ഞങ്ങൾ സാക്ഷികളാണ് എന്ന് പറയുന്ന പത്രോസ്. പിന്നീട് അവർ യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കുകയും ഉപദേശിക്കുകയും അരുത് എന്ന് അവരോട് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരപ്പെട്ടു. പത്രോസിന് സംഭവിച്ച ഈ രൂപാന്തരം എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് മരണഭയം പത്രോസിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, മരണമാണ് ആത്യന്തികമായിട്ട് നമുക്കൊക്കെ സംഭവിക്കാതിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തുന്നവർ വിശ്വസ്തതയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ആത്യന്തികമായിട്ട് അവര് നമ്മെ കൊന്നുകളയും എന്നുള്ള ഭീഷണിയായിരിക്കും. നമുക്ക് പലവിധ തടസ്സങ്ങൾ ഉണ്ടാക്കാം, നമ്മളെ ജയിലിലിടാം, ഉപദ്രവിക്കാം. പത്രോസും ശീലാസും ഫിലിപ്പി ജയിലിൽ പീഡിപ്പിക്കപ്പെട്ട് പോയിക്കൊണ്ട് അടിച്ച മുറിവെച്ച് അകത്തെ മുറി ആമത്തിലിട്ട് പൂട്ടി അവര് കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് അവർ ദൈവത്തെ പാടിസ്തുതിച്ചു എന്നാണ് നാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ സേവിക്കാനായിട്ട് ധൈര്യം വേണം, സുവിശേഷത്തിന് സാക്ഷികളാകാനായിട്ട് ധൈര്യം വേണം, നിത്യതയെ കുറിച്ചുള്ള ഉയർന്ന പ്രത്യാശ വേണം. ഈ ഭൂമിയിൽ കഷ്ടം സഹിക്കേണ്ടി വന്നാലും അത് ഭാഗ്യമെന്ന് എണ്ണാനായിട്ടുള്ള മനസ്സും കൂടി വേണം. പത്രോസിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചത് കൊണ്ടുള്ള ധൈര്യം ഉണ്ടായിരുന്നു. അതും ഈ ധൈര്യത്തിന് പുറകിൽ പ്രവർത്തിച്ച രണ്ടാമത്തെ ഘടകമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്കില്ലേ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എന്നുള്ള ധൈര്യം നമുക്കില്ലേ? നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധൈര്യം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് ധൈര്യമായിട്ട് സുവിശേഷത്തിന്റെ സാക്ഷികളാകാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ പത്രോസിനെ കുറിച്ച് പഠിച്ചത് എനിക്ക് വളരെ പ്രോത്സാഹനമായി. കർത്താവിനെ പോലെ ആയിത്തീരാനായിട്ട് താല്പര്യമുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ വീഴ്ചകൾ പറ്റിപ്പോയാലും മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നാൽ സ്വീകരിക്കുന്ന ഒരു കർത്താവാണ് എനിക്കുള്ളത് എന്നുള്ളത് എനിക്ക് ആശ്വാസമായിട്ട് തോന്നി. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന: നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിക്കാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകും. ഈ വാക്യം എനിക്ക് അറിഞ്ഞൂടാ, എന്റെ കഴിവുകാരെ എങ്ങനെയാണ് ഈ വാക്യത്തെ കാണുന്നത് എന്ന് അറിഞ്ഞൂടാ. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കും. ഈ വാക്യത്തെ കുറിച്ച് ഞാൻ കമന്ററീസിലൊക്കെ നോക്കി. മിക്കവാറും കമന്ററീസ് ഒക്കെ പറയുന്നത് അവിശ്വസ്തനായി പാർത്താൽ അല്ലെങ്കിൽ നാം അവിശ്വസ്തരായി തീർന്നാൽ ദൈവം വിശ്വസ്തനായി തന്നെ കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞതിന്റെ ധ്വനി ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞതിന്റെ ധ്വനി വിശ്വാസമില്ലാത്തവരെ ദൈവം തള്ളിക്കളയും എന്നുള്ള രീതിയിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവിടെ അവിശ്വസ്തരായി തീർന്നാലും എന്ന് പറയുന്നത് അവിശ്വാസികളെ കുറിച്ചാണ് എന്നാണ് പലരും പറയുന്നത്.
എന്നാൽ ന്യൂ ബൈബിൾ കമന്ററിയിൽ പറയുന്ന വ്യാഖ്യാനം അവിശ്വസ്തരായി തീർന്നാൽ എന്നുള്ള പ്രസ്താവനയ്ക്ക് നാം ബലഹീനരോ അനുസരണത്തിൽ പരാജയപ്പെട്ടവരോ ആയി തീർന്നാൽ എന്നുള്ള രീതിയാണ്. എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ വന്നിട്ട് പത്രോസിന് പറ്റിയതുപോലെ ഏതെങ്കിലും വീഴ്ച വന്നാലും കർത്താവ് കൈവിടുകയില്ല. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർക്ക് ഒരിക്കലും പ്രതിഫലം നഷ്ടപ്പെടുകയില്ല. കർത്താവ് അവരെ യഥാസ്ഥാനപ്പെടുത്തി തന്റെ വിശ്വസ്തത മൂലം കാക്കും എന്നാണ് അതിനെ കുറിച്ച് ന്യൂ ബൈബിൾ കമന്ററി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ മാതൃകയും നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം അത് തന്നെയല്ലേ. നമുക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, വീഴ്ചകൾ പറ്റുന്നവരാണ് നമ്മൾ അനേകം. എന്നാൽ പത്രോസിന്റെ ജീവിതത്തിന്റെ മാതൃക വെച്ച് നാം നോക്കുമ്പോൾ വീഴ്ചകൾ വന്ന പത്രോസ് പിന്നീട് വളർച്ച പ്രാപിച്ച് ഏറ്റവും ധൈര്യശാലിയും ഏറ്റവും വിശ്വസ്തനുമായി തീരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു വളർച്ച ആണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സമാപനത്തിലേക്ക് വരാം. 3 തലക്കെട്ടുകളാണ് നാം ചിന്തിച്ചത്. ഒന്ന്, എന്താണ് വിശ്വസ്തത എന്നുള്ളതിനെ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകത്തിലെ 2:10 പറഞ്ഞിരിക്കുന്ന കാര്യം. പീഡനത്തിന്റെ പശ്ചാത്തലത്തിൽ ചഞ്ചലപ്പെടാതെ മരണപര്യന്തം വിശ്വസ്തരായിരുന്ന കിരീടം പ്രാപിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. രണ്ടാമത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വസ്തത. ഈ ലോകത്തിൽ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന കർത്താവിന്റെ നിലപാടുകൾ അന്നത്തെ ദൈവജനം എന്ന് കണക്കാക്കപ്പെടുന്ന യഹൂദ സമൂഹത്തിന്റെ മുൻപിൽ യഥാർത്ഥ ദൈവത്തിന്റെ പ്രത്യേകതകൾ പ്രകടിപ്പിച്ച അതിന്റെ പേരിൽ എതിർപ്പുകൾ നേരിട്ട കർത്താവ് നമ്മെക്കുറിച്ചും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. ദൈവിക മൂല്യങ്ങൾക്കനുസരിച്ചും ദൈവത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ചും നാം ജീവിക്കുമ്പോൾ എതിർപ്പുകളും പ്രശ്നങ്ങളും നേരിടാൻ സാധ്യത. രണ്ടാമത്, കർത്താവിന്റെ യാഗമരണം, അതിനുള്ള തന്റെ തയ്യാറെടുപ്പ്, ആ ദൗത്യ നിർവഹണത്തിൽ താൻ പ്രകടിപ്പിച്ച വിശ്വസ്തത. വളരെ വലിയ വേദനയിലൂടെ കർത്താവ് കടന്നു പോയപ്പോൾ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ കർത്താവിന്റെ ജീവിത മാതൃക. നാം സുവിശേഷത്തിന് വേണ്ടി വിശ്വസ്തയോടുകൂടി നിലനിൽക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. പത്രോസിന്റെ കാര്യം നമ്മളൊക്കെ പറഞ്ഞു. വീഴ്ചകൾ വന്നാലും മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാനായിട്ടുള്ള പത്രോസിന്റെ സമ്മതവും, കർത്താവ് വിശ്വസ്തനായിട്ട് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ച കാര്യം നാം വായിക്കുന്നുണ്ടല്ലോ. ശീമോനെ ശീമോനെ, നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ അനുവാദം ചോദിച്ചു, എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന കർത്താവിന്റെ വിശ്വസ്തത. കർത്താവിന്റെ വിശ്വസ്തതയാണ് നമ്മെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്വാസ പ്രമാണം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്വന്തം ഭർത്താവിനെ കൊന്നുകളഞ്ഞവരുടെ ഇടയിലേക്ക് മരണഭയമില്ലാതെ 3 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് സുവിശേഷ യാത്ര നടത്തിയ എലിസബത്ത് എലിയട്ടിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് നാം തുടങ്ങിയത്. ഭർത്താവിന്റെയും കൂട്ടുകാരുടെയും രക്തസാക്ഷിത്വം എലിസബത്തിനെ തന്റെ ദൗത്യത്തിൽ നിന്നും പിന്മാറാൻ കാരണമാക്കിയില്ല. ഭർത്താവിന്റെ ഘാതകന്റെ മരണസാന്തരത്തിന് വഴിയൊരുക്കുമെന്നും ആ ധീര വനിത വിശ്വസ്തത കാണിച്ചു. വിശ്വസ്തതയെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം അതെന്തായാലും പരീക്ഷിക്കും. നമ്മുടെ വിശ്വാസ ജീവിതം ശാന്തമായി ഒഴുകുന്നൊരു നദിയേ അത് ശാന്തമായിട്ട് ഒഴുകുകയില്ല. പലപ്പോഴും ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു സ്റ്റേജ് പലപ്പോഴും ഉണ്ടായിട്ടിരിക്കും. അത് കാണുമ്പോ ഇനി ഇങ്ങനെ സുഖമായിട്ട് അങ്ങ് പോവാം എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും.
എന്നാൽ പാറക്കെട്ടുകളും കല്ലുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും വളവുകളും തിരിവുകളുമുള്ള ഒരു കാട്ടാറാണ് നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പരീക്ഷയോടുകൂടി പോക്കുവഴിയും ഉണ്ടാക്കുന്ന കർത്താവ് നമുക്ക് ആശ്വാസം നൽകും എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇപ്പെട്ടവരെ 2 ജോലിയിലാണ് നാം വിശ്വസ്ത പാലിക്കേണ്ടത്. ഒന്ന്, കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന, നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന ജോലി. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി എന്നാണ് നാം വായിക്കുന്നത്. നമ്മുടെ പേര് കൊണ്ടോ നാം പറഞ്ഞതുകൊണ്ടോ അല്ല, നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട്, നമ്മിൽ യേശുവിന്റെ ചില സ്വഭാവ വിശേഷങ്ങൾ കണ്ടുകൊണ്ട് നമ്മെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ സമൂഹത്തിൽ നാം ഒരുക്കിയെടുക്കണം. 2, സുവിശേഷത്തിന്റെ സാക്ഷികളായി തീരണം. അതിന് വില കൊടുക്കേണ്ടി വരും. അതിന്റെ പേരിൽ പീഡനത്തിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് ഭയന്ന് അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഉചിതമല്ല. വലിയ സമ്മാനം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ജീവകിരീടം നൽകാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയാണ് വിശ്വസ്തരായിരിക്കാനായിട്ട് നമുക്കുള്ള മോട്ടിവേഷൻ. ഇവിടെ കെട്ടിടം പണിയും, ഇവിടെ വാഹനം വാങ്ങലും, ഇവിടെ കൃഷി കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ സകല അധ്വാനവും കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രത്യാശ എവിടെയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. ഇവിടെ നമുക്ക് കഴിഞ്ഞുകൂടാനായിട്ട് കുറച്ചു പോലെ. എന്നാൽ സ്വർഗത്തിലല്ലേ നമുക്ക് കൂടുതൽ സമ്മാനങ്ങൾ വേണ്ടത്, ജീവകിരീടം വേണ്ടത്. അതിനുവേണ്ടി വിശ്വസ്തരായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടിയുള്ള നന്ദി ഞങ്ങൾ അറിയിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു സന്ദേശം നൽകിയതിനായിട്ട് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. നമ്മൾ ചിന്തിച്ചതായ കാര്യം ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന വിഷയമാണ്. അതിനോടനുബന്ധിച്ച് വെളിപ്പാട് പുസ്തകത്തിലെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, വിശ്വാസ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും മരണത്തിന്റെ മുമ്പിൽ പോലും വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുക എന്ന സന്ദേശമാണ് നമുക്ക് ഒരിക്കൽ കൂടി നൽകിയത്. നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയും ബോധ്യവും അത് കൂടുതൽ വിശ്വസ്തമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നമ്മെ ബലപ്പെടുത്തും. അത് ഏത് പ്രതിസന്ധികളിലും പ്രയാസഘട്ടങ്ങളിലും നമുക്ക് കർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കും എന്ന സന്ദേശം നമ്മൾ കേട്ടു. അതുപോലെ യേശുക്രിസ്തുവിന്റെ വിശ്വസ്തത. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് താൻ വിശ്വസ്തമായി ശുശ്രൂഷ ചെയ്തു. സർവ്വലോകത്തിനും വേണ്ടി, നമുക്ക് വേണ്ടി പിതാവ് ഏൽപ്പിച്ച ആ ശുശ്രൂഷ ഏറ്റവും വിശ്വസ്തമായിട്ട് ചെയ്തു. നമ്മെ വീണ്ടെടുത്തു, നമ്മളെ രക്ഷിച്ചു. കാൽവരിയിലെ ക്രൂശ് വരെ കർത്താവ് തൻ്റെ വിശ്വസ്തമായ ശുശ്രൂഷ നിർവഹിച്ചു. ആ കർത്താവിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ആ കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. ആ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. അതുപോലെ പത്രോസിന്റെ ശുശ്രൂഷയെക്കുറിച്ചും നമ്മൾ കേട്ടു. പത്രോസ് ചില അവസരങ്ങളിൽ പരാജയപ്പെട്ടെങ്കിലും വീണ്ടും കർത്താവിനായിട്ട് ഉറച്ചു നിന്ന് വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്ത കാര്യങ്ങളും നമ്മൾ കേട്ടു. അതുകൊണ്ട് നമ്മുടെ സാഹചര്യം ഏത് അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും കർത്താവിനായിട്ട് വീണ്ടും ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മെ ദൈവവചനം അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ സന്ദേശം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി നമുക്ക് ഉറച്ചു നിൽക്കാം. ഈ ഹ്രസ്വ ജീവിതം കർത്താവിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. നിത്യതയെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് കൂടുതൽ ഉന്മേഷം പകരുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.